ഹലോ ഗായ്സ്, ഞങ്ങളിന്ന് കൊച്ചിയിലാണ്. എന്റെ ഡ്രൈവർ വീണ്ടും നവീൻ കൂടെ ഉണ്ട്. എവിടെ പോയാലും നവീൻ ഡ്രൈവറായി കൂടെ കാണും. ഇതാണ് അജു. അജു ഹായ് പറയൂ. ഹായ്. ഇന്നലെ ഞങ്ങള് ആക്ച്വലി ഭയങ്കര ഹാപ്പനിങ് ഡേ ആയിരുന്നു, പക്ഷെ ഒന്നും വ്ളോഗ് എടുക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഹാപ്പനിങ് ആക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പൊ നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നത്? എന്താണ് പ്ലാൻ? ഇന്നത്തെ ദിവസം ഹാപ്പനിങ് ആക്കാൻ നിങ്ങൾ എന്താ പ്ലാൻ ചെയ്തിട്ടുള്ളത് അത് പറയണം. ഗായ്സ്, നമ്മളിപ്പോ പോവാൻ പ്ലാൻ വെച്ചത് മറൈൻ ഡ്രൈവിലേക്കാണ്. അവിടെ പോയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കൂടാൻ, അതൊരു ജ്യൂസ് കുടിക്കാനും പിന്നെ കപ്പലണ്ടി കഴിക്കാനും. എല്ലാ ബ്ലോഗർമാരും പോലെ മറ്റേ സാധനല്ലേ ഇത്, ആ കുളിക്ക് സമയത്ത് ഉണ്ടാക്കുന്ന സാധനല്ലേ, അത് നമുക്ക് അത് വേണ്ട, അതല്ലാണ്ട് ബാക്കിയില്ലടാ. ഞാൻ പറയാം ഗായ്സ്, ഇന്നിപ്പോ പോവാൻ പ്ലാൻ ഉള്ളത് മറൈൻ ഡ്രൈവിലേക്കാണ്. അവിടെ എത്തിയിട്ട് കാറൊന്ന് പാർക്ക് ചെയ്യും. കാർ പാർക്ക് ചെയ്തിട്ട് നമ്മൾ നൈസായിട്ട് ഒന്ന് സ്ട്രീറ്റിലേക്ക് കൂടി ഒന്ന് നടക്കും. പിന്നെ ജ്യൂസും കാര്യങ്ങളും അങ്ങനെ സ്നാക്സ് ഐറ്റംസ് എല്ലാം കാണാൻ. അഫാൻ സ്റ്റേഡിയത്തിൽ. ഓ ആക്ച്വലി ഇവനെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല. ഇത് അജുവസ്, നവീന്റെ നെയ്ബറാണ്. ഇവന് ആ വീട്ടിലെ മാമനാണ്. ഇവന് ആകെ എത്ര വയസ്സുണ്ടോ നിനക്ക്? ചെറിയ ചെക്കനാ, പക്ഷെ സ്ഥാനം കൊണ്ട് മാമനാണ്. ബാക്കിയുള്ളവരെ ഞാൻ പിന്നെ മെല്ലെ പരിചയപ്പെടുത്തി തരാം. സംഭവം നമ്മൾ മറൈൻ ഡ്രൈവിൽ വന്നിട്ട് കുറച്ച് കാലമായി. മറ്റവരെ ഇങ്ങനെ പാർക്കിങ്ങിൻ്റെ പറഞ്ഞ് ആദ്യത്തെ 1 മണിക്കൂർ 40 രൂപ, പിന്നെ അടുത്ത 1 മണിക്കൂർ 20 രൂപ വെച്ചിട്ട് പിടിക്കും. അപ്പൊ നമ്മളിപ്പം സമയം 9:01. അപ്പൊ 10 മണിക്ക് കറക്റ്റ് ഇവിടുന്ന് പുറത്തേക്കാണ്. 1 രൂപ അധികം കൊടുക്കില്ല. വ്ളോഗ് എടുക്കാൻ തുടങ്ങിയിട്ടില്ല, അതിന് മുമ്പേ തീരുമാനിച്ചു തുടങ്ങി. നീ ആരാണ്? നീ ഷാനല്ലേ? ഇവൻ നിഹാലാണ് അത്ര. അപ്പൊ ഞാൻ അറിയാന്ന് പോകേണ്ടേ കൂട്ടുള്ളത്. ഇതാണ് വാട്ടർ മെട്രോ. ഇതുവരെ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നീ കയറിയിട്ടുണ്ടോ? ഭയങ്കര സീനാണ്, ഫുൾ കപ്പിൾസ് ആണ്. ഇത്ര സിംഗിളായ രണ്ടെണ്ണം കണ്ടോ? പോകേണ്ട ദൂരൊരാളും കൂട്ടിനില്ലാതെ. എൻ്റെ ഇൻവേർട്ടറിനെ കണ്ടാരെങ്കിലും ഇൻവേർട്ടർ ഹായ് പറയൂ. അജു രണ്ട് സായിപ്പന്മാർ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ അനൗൺസ്മെന്റ് ഇട്ടു. ഇവിടെ സായിപ്പ് ഇത് സീൻ തന്നെയാണോ നീ? എടാ ഈ സാധനം നമ്മൾ ഇട്ടൂല പറഞ്ഞല്ലേ? ഈ സാധനം വ്ളോഗ് എടുക്കില്ല കേട്ടോ. ഓക്കെ, അജുവിന്റെ കസിൻ ഇമ്മാതെ വണ്ടി എടുക്കാൻ പോയതാ. ചാമ്പൽ ഏറ്റ് വാങ്ങാൻ പോയിരിക്കണം തോന്നുന്നു. അജു എന്താ പറയാനുള്ളത്? ബോട്ടിൽ ആളുണ്ടാവും. മറൈൻ ഡ്രൈവിലൊന്നും ഹാപ്പനിങ് ഇല്ല ഗൈസ്, ബോറാണ്. നവീൻ ഇവിടെ വന്നിട്ട് റീല് കാണുന്നു. അവിടെ ഇരുന്ന് റീല് കണ്ടുകൊണ്ടേ ഇരിക്കുക. റീല് അടിച്ചു പോയ ഇൻവേർട്ടറാണ് ഗൈസ് നവീൻ, അടിച്ചു പോയ ഇൻവേർട്ടർ. ദിവസേ കൈ ഇങ്ങനെ പിടിക്കണ കുണ്ടന്മാരാണ്. ഡ്രൈവിലൊന്നും ഹാപ്പനിങ് അല്ല എന്ന് പറഞ്ഞാൽ ഞാൻ പിൻവലിക്കുന്നു. ഇവിടെ ആരോ VR കളിക്കുന്നു, എന്തൊക്കെയോ നടക്കുന്നുണ്ട്. മറൈൻ ഡ്രൈവിൽ ഹാപ്പനിങ് ആണ് ഗൈസ്. ഇവിടെ ബുക്കൊക്കെ ഉണ്ട് ഗൈസ്. അവന് ഏത് ബുക്കാടാ? ഓ സീക്രറ്റാ. ആയുർവേദം, വെറും ആയുർവേദം. വീണ്ടും പെണ്ണുങ്ങൾക്കുള്ള സാധനം ഇങ്ങനെ നിറഞ്ഞിരിക്കല്ലേ. അജോ ചീപ്പ് വേണോടാ? ഇത് പുറമാന്നതല്ലേ? ഇവിടെ പലതരം ചീർപ്പുകളുണ്ട്, പലതരം ഐറ്റംസ്. ഇത് നോക്കുക, നമ്മളെ ഇൻവേർട്ടറിൽ അവിടെ നിന്ന് പേടിപ്പിച്ചു വിടാം. ഇത് ഇന്റർനാഷണൽ ബ്രാൻഡാണ് അല്ല, ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ. ഓട്ടോയുണ്ട്, അഡിഡാസ് ഉണ്ട്. അഡിഡാസ് എടാ ഈ യു നോ ഇറ്റ്സ് ലോങ്ങർ ദാൻ ദാറ്റ്. ലബൂബുവിന്റെ കീ ചെയിൻ അല്ലേ? അമർത്തി എൻ്റെ അമ്മ. അതോ ലബൂബുവിന്റെ മുഖം മാറുന്നു, സീൻ തന്നെ. അതോ ഓ കളർ മുഖം മാറണല്ലേ ബൂബു. എടാ ഗേൾഫ്രണ്ടിന് ഒരു മോതിരം മേടിച്ചു കൊടുക്കടാ.
നീ സിംഗിളാണോ ഗൈസ്? നമ്മുടെ അണ്ണൻ സിംഗിളാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ റെഡി ടു മിങ്കിളേ. നവീൻ തോക്ക് കണ്ടിരിക്കണം കേട്ടോ. തോക്ക് കണ്ടാൽ നവീനെ പിന്നെ പിടിച്ചാൽ കിട്ടുമല്ലോ. ഇപ്പൊ തോക്കിലേക്ക് പോകും കയ്യിൽ. പിന്നെ ഹാൻഡ്സ് അപ്പ് കറങ്ങുന്ന കണ്ട ഗൈസ് വിഷയമാണ്. ഇവിടെ പൊട്ടറ്റോ കറക്കി പൊരിച്ചതുണ്ട്. പൊട്ടറ്റോ കറക്കി പൊരിച്ചത് കഴിക്കാം. ചേട്ടാ ഒരു പൊട്ടറ്റോ കറക്കി പൊരിച്ചത്. പൊട്ടറ്റോ കറക്കി പൊരിച്ചത്. പൊട്ടറ്റോ വാങ്ങി കയ്യിൽ പിടിച്ച് നിൽക്കുമ്പോഴാണ് ഫോണിൽ സമയം നോക്കി 10:01 പാർക്കിംഗ് ടിക്കറ്റിന്റെ സമയമായി. നവീനും അജുമ്പാട് ഓടിപ്പോയി എന്തെടുത്തു, വണ്ടി എടുത്തിട്ട് പുറത്തേക്ക് വന്നു. ഞാൻ ആ പൊട്ടറ്റോ കൊണ്ട് വണ്ടി കയറി. പൊട്ടറ്റോ കഴിഞ്ഞു. ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ വിശപ്പ് കൂടി. അപ്പൊ നമ്മൾ എവിടെ പോണ്? എവിടെ പോണേ? ഇതൊരു ഹോട്ടൽ പറഞ്ഞില്ല ഇപ്പൊ. ഒരു കാശ്മീരിൽ നിന്ന് 2 ആൾക്കാർ വന്നിട്ടുണ്ട്. കാശ്മീർ ഫുഡാണെന്ന് നോക്കട്ടെ. അവിടെ പോയി കഴിച്ചു നോക്കിയിട്ട് അതിനെ പറ്റിയിട്ട് നമുക്കൊന്ന് സംസാരിക്കാം. കഴിഞ്ഞ വ്ളോഗ് ഞാൻ എടുത്തപ്പോ പലരും എന്നോട് പറഞ്ഞു ഫുഡ് കഴിക്കാൻ പോണെന്ന് പറഞ്ഞ ഫസ്റ്റ് മുതലേ പറഞ്ഞു. ഫുഡ് കഴിക്കുന്ന ഒരു ഫുട്ടേജ് പോലും എടുത്തിട്ടത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കണ്ട് കഴിഞ്ഞാൽ വീഡിയോ എടുക്കാനുള്ള ഫ്ലോ പോവാണ്. ഫുഡിന്റെ കോൺസെൻട്രേഷൻ പോവാണ്. ഓക്കെ, അപ്പൊ ഇന്നെന്തായാലും ഞാൻ മാക്സിമം ശ്രമിക്കും ഫുഡിന്റെ വീഡിയോ എടുക്കാൻ. ഓക്കെ, കൊച്ചി നമ്മളെ കയ്യിലാണ് ബ്രോ. എവിടെ കൈ കാണിച്ചേ? ഇതാണോ കൊച്ചി? ഇതാണോ കൊച്ചി? ഇതാണോ കൊച്ചി? മറ്റേ റോഡില്ലേ, എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷൻ റോഡ്. ഇങ്ങനെ വഴി പറഞ്ഞോണ്ടെങ്കിൽ കൊണ്ടോണെന്ന് അറിയില്ല. ഇവര് ഗൂഗിൾ മാപ്പ് കൊണ്ട് 4 പ്രാവശ്യം ഇപ്പൊ തെറ്റിക്കുന്ന സ്ഥലം. എന്നെ കൂടി നിന്നിട്ട് ഒച്ചപ്പാടൊക്കെ കഴിച്ചു. നൈറ്റ് ലൈഫ് ഇൻ കൊച്ചി വിത്ത് നവീൻ ഡ്രൈവർ. ഇൻവെർട്ടർ. നവീൻ ഡ്രൈവർ അല്ല, ഇൻവെർട്ടർ. അങ്ങനെ കടയിലെത്തി ഗൈസ്. കടയെത്തി, കട കണ്ടുപിടിച്ചു. നവീൻ ടെമ്പറേച്ചർ ഇൻവെർട്ടർ ടെമ്പറായി പോണതുണ്ടോ? ഇതാണ് കട. മോനെ ബീഫ് ടിക്ക 20, നല്ല അഫോർഡബിൾ പ്രൈസ്. 100, ചിക്കൻ കറി 220, മിർച്ചി, ബീഫ് ഷാമി. ഓർഡർ ചെയ്തിട്ട് വരാം. चिकन टिक्का दे दो, 1 सीख चिकन कबाब दे दो. എന്തൊക്കെയോ കണ്ണി കണ്ണത്തൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. നോക്കട്ടെ ഇങ്ങനെ സാധനം വരും എന്നുള്ളത് അറിയില്ല. ടെക്നോളജിയാ. ഹെയർ ഡ്രയർ 10 രൂപയും. ഇങ്ങനെ ആക്കാം. അടുത്ത പ്രാവശ്യം വീട്ടിൽ പോയി വരുമ്പോൾ ഇങ്ങനത്തെ പരിപാടി നോക്കാം. ലിവിൻ്റെ ഹെയർ ഡ്രയർ എടുക്കാം. അവിടെ ഇരിക്കാല്ലേ. ഭയങ്കര എസ്തെറ്റിക്സ് ഒന്നും ഇല്ലെങ്കിലും ഫുഡ് നോക്കാം. ഇൻവെർട്ടർ ഭക്ഷണം കണ്ടപ്പോൾ ഓണായി കേട്ടോ. അജു ഇരിക്കടാ. ഭക്ഷണം കാത്തിരിക്കുന്ന നിന്നെ നല്ല വിളിച്ചോണ്ട്. നിനക്ക് നല്ല ലൈറ്റ് ഉണ്ട്. നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അജു ലുക്കല്ലേ. അപ്പം നേരത്തെ പറഞ്ഞ പോലെ അജു സിംഗിളാണ്. മിങ്കിൾ ചെയ്യാൻ റെഡിയാണ്. ചിക്കൻ ടിക്ക, ബീഫ് ടിക്ക, ബീഫ് കബാബ്, ചിക്കൻ കബാബ്, മുസ്താബ, ഷാമി കബാബ്, ബീഫ്. താങ്ക് യു. നീ ഏതെടുത്ത ബീഫോ? നല്ല ഫ്ലേവർഫുള്ള്. ഇതെന്താ സാധനം? ബീഫ് ഷാമി കബാബ്. ഇത് ചിക്കൻ ടിക്ക. ബീഫ്. ഇത് വിഷയ സാധനം. ജ്യൂസി ബീഫ്. അത് നമ്മുടെ സ്റ്റേക്കൊക്കെ ഇടാം. സ്റ്റേക്ക് കഴിക്കുന്നൊരു ഫീലും. ക്യൂവി അല്ല, നല്ല രസമുണ്ടോ?
ഇതാണ് കഴിച്ചിട്ടല്ലേ മോനെ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മസാലയുടെയും അതിപ്രസനം ഒന്നിലുമില്ല, എല്ലാം ഇത് ബീഫല്ലേ ഈ സാധനം അതിലില്ലേ സ്റ്റോക്ക് ചെയ്ത് വെക്കൂടാ സംഭവം എല്ലാം സൂപ്പറായിരുന്നു. കുറച്ചുകൂടെ എടുത്തോ, ലാസ്റ്റ് പീസല്ലേ ഗായ്സ്. എൻ്റെ ജീരക സോഡ അജു തീർത്ത്, അവൻ ചായ പറഞ്ഞിട്ട് ചായ കുടിക്കാണ്ട് എൻ്റെ ജീരക സോഡ എടുത്ത് കുടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട്. ജീരക സോഡ അല്ലേ, അങ്ങനത്തെ സാധനങ്ങളുടെ കൂടെ സോഡ വേണം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മളിപ്പോൾ കഴിച്ചല്ലേ പ്ലേറ്റ് മൊത്തം മീറ്റ് ഉണ്ടായിരുന്നു, മൊത്തം കഴിഞ്ഞില്ല. കാശ്മീരിലെ എല്ലാ ഫേമസ് സാധനവും ഇവിടെ ഉണ്ടായിരുന്നു, അടിപൊളി. പിന്നെ ഇവരുടെ ഒരു ബീഫ് കറിയാണ് ഇത്. ഇതാണ് ഇതിൽ അടിപൊളി സാധനം, മെയിൻ ഹൈലൈറ്റ് സാധനം ഇത്. ഇതൊരു ബീഫ് ഉണ്ടാവും, തൊടുമ്പൻ ഇങ്ങനെ അല്ലെങ്കിൽ ബീഫ് എടുത്തറാം പോയി. സംഭവം കൊള്ളാം, ഇതുവരെ കഴിച്ചതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിനക്കോ? ഇത് ഒരു പീസും കൂടെ ഉണ്ടല്ല, ഇതിനെന്താ പറയാ, ആക്ച്വലി ഒരു ബീഫും മട്ടനും പാടെ അരച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു സോസേജ് പോലെ ഉണ്ട്. നോക്കിക്കോട്ടെ, ടെക്സ്ചറൊക്കെ നോക്കിക്കോ. തിന്നി 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 പൊളി സാധനം, മസ്റ്റ് ട്രൈ ആണ് ഇത്. ഇവിടെ വന്നിട്ട് ഇത് മിക്സ് ചെയ്തിടാം. ഇതാണ് കാശ്മീരി കാവ. ഇവിടെ വന്നിട്ട് ഇതെല്ലാം കഴിച്ചതിന് നൈസ് ചെറിയൊരു ചൂടിന് ഞാൻ ജീരക സോഡ കുടിച്ചോളാം, എനിക്കത് ഇഷ്ടമുള്ളൂ. ഒക്കെ സെറ്റല്ലേ, സെറ്റല്ലേ. ആ അജു സെറ്റിൽ ചെയ്തേക്ക്. It was at this moment he knew. He fucked up. സെറ്റിൽ ചെയ്തേക്ക്. സ്വിച്ച് ഓഫ് ആയി പോകും. അതിന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. ക്യാഷ് എടുത്ത് കൊടുക്ക്. എന്ത് ഫോൺ, ക്യാഷ് എടുത്ത് കൊടുക്ക്. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. എന്ത് ഫോണ്, ക്യാഷ് ഉണ്ടല്ലേ, ലിക്വിഡ് ക്യാഷ് ചെയ്യില്ല, എടുത്ത് കൊടുക്ക്. സബ്സ്ക്രൈബ് പോലോ, സബ്സ്ക്രൈബ്. ആ അതാണ്. बड़ा यूट्यूब थैंक यू, अच्छा खाना दिया आपने, സൂപ്പർ खाना था. നമ്മുടെ അജൂസ് സിംഗം ആ കാക്കാന്റെ മുഖത്ത് നോക്കിയിട്ട് ധന്യവാൻ ധന്യവാൻ ധന്യവാൻ, ഹിന്ദി അറിയില്ല, ധന്യവാൻ എന്നുള്ള എന്റെ ധന്യവാൻ. തിരിച്ചു പോവാണ്, അജുവാണ് വഴി പറഞ്ഞിരുന്നത്, എവിടെ എത്തുമെന്ന് അറിയില്ല. അപ്പോൾ എത്തിയിട്ട് ബാക്കി. അപ്പോൾ ഗായ്സ്, അങ്ങനെ ഇന്നത്തെ വ്ളോഗിനൊരു സമാധിയായിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അതന്നെ. ബൈ.